നമസ്കാരം. ഹാങ് ഔട്ട് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഹാങ് ഔട്ട് സ്പെഷ്യൽ നിധി പൊറോട്ട. എങ്ങനെയാണ് നിധി പൊറോട്ട തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് നിധി പൊറോട്ട തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് ഇതുപോലെ ഒരു മൺചട്ടിയാണ്. ആ മൺചട്ടിയിലേക്ക് ആദ്യമായിട്ട് നമ്മൾ കുറച്ച് ചിക്കൻ പെരട്ട്, ഇത് ഹാങ് ഔട്ടിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ചിക്കൻ പെരട്ട് ഇതിലേക്ക് സെറ്റ് ചെയ്തു. ഇതിലേക്ക് ഒരു പൊറോട്ട നമ്മൾ ആഡ് ചെയ്തു. അതിനുശേഷം വളരെ ഗംഭീരമായ ഒരു മുളകിട്ട മീൻകറി അത് ഇതിൻ്റെ മുകളിൽ വെച്ചു. അല്പം ഒണിയൻ, ചോപ്ഡ് ഒണിയൻ ഇതിൻ്റെ പുറത്തേക്ക് ഇട്ടു. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അടുത്ത പൊറോട്ടയും വെച്ചു. അടുത്തായിട്ട് നിധി പൊറോട്ട എന്ന പേര് അന്വർത്ഥമാക്കുന്ന നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആണ് അടുത്ത ചേർക്കാൻ പോകുന്നത്. വേവിച്ച ബീഫിൻ്റെ കറി, ബീഫ് റോസ്റ്റ് ഈ പൊറോട്ടയ്ക്ക് മുകളിലേക്ക് നമ്മൾ നിരത്തി വെച്ചു. അതിൻ്റെ മുകളിലേക്ക് ഒരു പുഴുങ്ങിയ മുട്ടയും വെച്ചു. ലേശം ചോപ്ഡ് ഓണിയൻ, ചോപ്ഡ് ടൊമാറ്റോ. അതിനുശേഷം അടുത്ത പൊറോട്ട ഇതിൻ്റെ മുകളിൽ വെച്ചു. ഏറ്റവും മുകളിലായിട്ട് ബീഫ് ഒലർത്ത്, ഹാങ് ഔട്ട് സ്പെഷ്യൽ ബീഫ് ഒലർത്ത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ചോപ്ഡ് ഓണിയൻ നമ്മൾ നിരത്തി വെച്ചു. അതിൻ്റെ മുകളിൽ ചോപ്ഡ് ടൊമാറ്റോ. അതിൻ്റെ മുകളിൽ ലേശം മല്ലിയിലയും കൂടെ വിതറി. എന്നിട്ട് നന്നായിട്ട് വാട്ടി വെച്ചിരിക്കുന്ന ഒരു വാഴയില, ആ വാഴയില കൊണ്ട് ഇത് അല്പം പോലും ആവി പുറത്തു പോകാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് കെട്ടിയെടുക്കുക. നല്ല ടൈറ്റായിട്ട് കെട്ടണം. നമ്മളിത് സ്റ്റീം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് സ്റ്റീം തങ്ങി നിൽക്കണം. അതിന് വേണ്ടി നല്ല ടൈറ്റായിട്ട് കെട്ടി ഇതിന് നമ്മൾ ഈ ചട്ടിയെ സ്റ്റീം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതിനകത്ത് ഇഡ്ഡലി പാത്രത്തിനകത്ത് വെള്ളമുണ്ട്. നമ്മൾ സ്റ്റൗ കത്തിച്ച് ഈ ഇഡ്ഡലി പാത്രം അതിലേക്ക് വെച്ചു. എന്നിട്ട് നമ്മൾ ഈ പൊറോട്ടയും ചിക്കനും ബീഫും ചോപ്ഡ് ഓണിയനും എല്ലാം കൂടെ ചേർത്ത് കെട്ടിയ ഈ ചട്ടി ഇതിലേക്ക് വെക്കുകയാണ്. വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതിന് നന്നായിട്ട് സ്റ്റീം ആവാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നിധി പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമുക്ക് തുറന്ന് നോക്കാം. സ്റ്റവ് ഓഫ് ചെയ്ത് നമ്മളിത് അപ്പച്ചെമ്പിനകത്ത് നിന്ന് മാറ്റുന്നു. ഇപ്പോൾ നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്.
ആവി കയറിയിട്ട് ഈ ചിക്കൻ്റെയും ബീഫിൻ്റെയും അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ഗ്രേവിയും അതിൻ്റെ സ്മെല്ലും എല്ലാം ഈ പൊറോട്ടയിൽ പിടിച്ച് വളരെ സുന്ദരമായിട്ടുണ്ട്. ഇത് നമ്മൾ നാവിലേക്ക് വെച്ചാൽ പൊറോട്ട ചവയ്ക്കേണ്ട അത്ര സ്മൂത്തായിട്ട് അലുത്ത് നമ്മളുടെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്നതാണ്. ഇതാണ് ഹാങ് ഔട്ട് സ്പെഷ്യൽ നിധി പൊറോട്ട. അപ്പോൾ നമ്മുടെ നിധി പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഹാങ് ഔട്ടിൽ വരിക, ഒരു വട്ടമെങ്കിലും നിധി പൊറോട്ട നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. ഇതേവരെ നമ്മുടെ ഹാങ് ഔട്ട് കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഫോളോ ചെയ്യുക. അടുത്തൊരു കിടിലൻ ഐറ്റവുമായിട്ട് കാണുന്നത് വരെ ബൈ ബൈ, സീ യു.